ഹായ് എവ്രി വൺ. ഇന്ന് നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ചീര മെഴുക്ക് വരട്ടി ഉണ്ടാക്കാനാണ് നമ്മൾ പോകുന്നത്. സാധാരണ എല്ലാവരും ചീര തോരനൊക്കെ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഇത് മെഴുക്ക് വരട്ടി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനതിന് മൺചട്ടി അടുപ്പത്ത് വെച്ചു, ഗ്യാസിൽ വെച്ചു. ഞങ്ങൾ മൺചട്ടിയാണ് തോരനും മെഴുക്കുവരട്ടിക്കൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ചീര ആദ്യം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, തണ്ട് വേറെ ഇല വേറെ ആയിട്ട്. പിന്നെ ചുവന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി. ചുവന്നുള്ളി ഇത്തിരി കനത്തിൽ വേണം അരിയാനായിട്ട്, തീരെ ചെറുതായിട്ട് അരിയരുത്. 2 പച്ചമുളക് കീറിയതും വെച്ചിട്ടുണ്ട്. അതിനുശേഷം ചൂടായിട്ടുള്ള പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ എത്ര ഒഴിച്ചാലും ടേസ്റ്റ് ഉണ്ടാവും നമ്മൾക്ക്, പക്ഷേ നമുക്കിപ്പോൾ കുറച്ച് ചീരയേ ഉള്ളൂ, അതുകൊണ്ട് അതിന് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഇട്ടാൽ മതി. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അതിലേക്ക് ചേർക്കുക. എന്നിട്ടത് ഒരുവിധം വഴണ്ട് വന്നാൽ മതി, ഒരുപാട് മുരിഞ്ഞ് വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഉള്ളി ഒന്ന് വെന്താൽ മതി. ചീരയുടെ ഗുണഗണങ്ങൾ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എല്ലാവരും വീട്ടിൽ വെക്കുന്നതുമായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ തേങ്ങയൊന്നും ഇടാതെ മെഴുക്ക് പുരട്ടിയായിട്ട് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ, ഒരുപാട് പേർക്ക് സെർവ് ചെയ്യാനായിട്ട് ഉണ്ടാവില്ല. നമ്മൾ തേങ്ങയും പരിപ്പൊക്കെ ചേർത്ത് വെക്കുകയാണെങ്കിൽ കുറേ കൂടി ഉണ്ടാവും. അപ്പോൾ ആ ഉള്ളിയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് നീരൊഴിച്ചു. ഞാനിവിടെ പൊടി ഉപ്പ് ഉപയോഗിക്കാറില്ല, അപ്പോൾ കല്ലുപ്പ് തന്നെ ഇങ്ങനെ തോരൻ മെഴുക്ക് പുരട്ടിയിലേക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വെള്ളമാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം അതിൽ നിന്ന് വെള്ളം ചേർത്തു ആവശ്യത്തിന്. അങ്ങനെ അത് ചെറുതായിട്ട് വഴണ്ട് വരുന്നുണ്ടെന്ന് തോന്നിയപ്പോൾ അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ടു. ഉള്ളിയുടെ കളർ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അത് വെന്തിട്ടുണ്ട്, എന്നാൽ അത് ഒരുപാട് മുരിഞ്ഞിട്ടുമില്ല. അപ്പം അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ടു. ആ മഞ്ഞൾപ്പൊടി ഒന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയിൽ നിന്ന് തണ്ടാണ് ആദ്യം ഇടേണ്ടത്, ഇലയല്ല. ആ തണ്ട് ഒരുപാട് വലുപ്പത്തിലല്ല, ചെറിയ വലുപ്പത്തിൽ തന്നെയാണ്, ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അത് ആദ്യം ഒന്ന് ഇട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കാം. എല്ലാ വീടുകളിലും മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്ന ഒരു രീതിയിൽ തന്നെയാണ്. എന്നാലും ആദ്യമായിട്ട് പാചകം ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ചീര വാങ്ങിയിട്ട് എന്ത് ചെയ്യും, എങ്ങനെ വെക്കണം എന്നറിയാതെ നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരമാവട്ടെ എന്ന് ഓർത്തിട്ട് മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. അങ്ങനെ ആ തണ്ട് കുറച്ചു നേരം അടച്ചു വെച്ച് വേവിക്കാം. ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ചിട്ട് നന്നായിട്ട് ചേർത്ത് വെച്ചിട്ട് അതൊന്ന് അടച്ചു വെക്കാം. അതിനുശേഷം ആ തണ്ട് ഒരു പകുതി വേവായി എന്ന് കാണുമ്പോൾ നമ്മൾക്ക് ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയുടെ ഇലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് പച്ച ചീരയാണെങ്കിലും ചുവന്ന ചീരയാണെങ്കിലും ഇതുപോലെ തന്നെയാണ് കേട്ടോ, രണ്ടിനും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. കൂടുതൽ ഗുണം പച്ചച്ചീരയാണെന്നും ചുവന്ന ചീരയാണെന്നും കുറേ ആൾക്കാർ പറയാനുണ്ട്. എനിക്കതിനെ പറ്റി അറിയില്ല കേട്ടോ, അറിയാവുന്നവർ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ അതേ ചീരയുടെ ഇല ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. കുറേശ്ശെ ഇല ഇട്ടു, എന്നിട്ട് അതൊന്ന് ഇളക്കുക. കാരണം നമ്മൾ ഈ രൂപത്തിൽ ഇലയുടെ രൂപത്തിൽ ഇടുമ്പോഴത്തേക്കും അത് വെന്ത് കഴിയുമ്പോഴേ അതിൻ്റെ വലിപ്പം കുറഞ്ഞിട്ട് ചട്ടിയിലേക്ക് താഴ്ന്നു നിൽക്കുള്ളൂ. അപ്പം നമ്മളിങ്ങനെ ഇടുമ്പോൾ ഒരുപാട് നിൽക്കുന്ന പോലെ തോന്നും, പക്ഷെ ഒന്ന് ആവി കയറിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ടത് വലിപ്പം കുറഞ്ഞ് ചുരുങ്ങി പോകും, പിന്നെ ഒന്നും തന്നെ ഉണ്ടാവില്ല. സത്യത്തിൽ ഈ കാണുന്നതിൻ്റെ പകുതിയെ നമ്മൾക്ക് ആകെ ബാക്കി ഉണ്ടാവുള്ളൂ ഇത് റെഡിയായി വരുമ്പോഴേക്കും. അപ്പോൾ ആദ്യം ഒന്ന് ഇളക്കി വെക്കുക, പിന്നെ ബാക്കിയുള്ള ഇലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഉള്ളിലേക്ക് ചേർത്ത് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കാം. അതിനുശേഷം നന്നായി വഴണ്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉപ്പ് നോക്കിയിട്ട് പോരാതെ ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇലയിട്ട ഉടനെ തന്നെ ഉപ്പ് പൊടിയാണെങ്കിൽ ചേർക്കാട്ടോ, ഉപ്പ് നീര് ഉപയോഗിക്കുന്നവരുടെ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നോക്കൂ, ഇപ്പോൾ അത് വെന്തിട്ടുണ്ട്, പക്ഷെ നമ്മളുടെ ഉള്ളിയും വെളിച്ചെണ്ണയൊക്കെ ആയിട്ട് നന്നായിട്ട് വഴണ്ടെടുക്കണമെങ്കിൽ സമയം വരും. അപ്പോൾ അത് അത്രയും നേരം കൂടി കുറച്ച് നേരം വെക്കുക. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന രൂപത്തിലെത്തുമ്പോൾ ഉപ്പ് നോക്കി നോക്കുക. ഉപ്പൊക്കെ കറക്റ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് ചട്ടി ഇറക്കാം. നമ്മളുടെ ചീര മെഴുക്ക് പുരട്ടി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ചീര അരിഞ്ഞ് അതൊന്ന് പാകപ്പെടുത്തി എടുക്കണം, അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കണം എന്നുള്ളൊരു പണിയേ ഉള്ളൂ. അതുകൂടാതെ ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ്സ് മതി, ശരിക്കും അധികം വേവില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയുക. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ പച്ചമുളകും ഒക്കെ ചേർക്കാട്ടോ. മുളക് പൊടി ആവശ്യത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ മുളക് പൊടി ഒന്നും ചേർത്തിട്ടില്ല. Okay then, see you all in my next video. Bye bye.